226 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ, അതായത് ഏർപ്പാടുകൾ ഇതേ കമ്പനി നടത്തിയിരിക്കുന്നു. 226 കോടി രൂപയുടെ ഏർപ്പാട് നടത്തിയതിന് ട്രാൻസാക്ഷൻ രേഖയുണ്ടോ? ഇല്ല. ഡോക്യുമെന്റ് ഉണ്ടോ? ഇല്ല. SGST ഉണ്ടോ? ഇല്ല. IGST ഉണ്ടോ? ഇല്ല. GST ഉണ്ടോ? ഇല്ല. ഈ 226 കോടി രൂപ പറ്റിയിട്ടുള്ളത് ആരൊക്കെയാണ്? അതിനകത്ത് 226 കോടി രൂപ പറ്റിയിട്ടുള്ളത് KK ഉണ്ട്, OC ഉണ്ട്, IK ഉണ്ട്, RC ഉണ്ട്. ഇതാരൊക്കെയാണ്? പ്രേക്ഷകർ തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ ഏതെങ്കിലും അക്ഷരങ്ങൾ പറഞ്ഞ് കളിച്ചതല്ല. KK എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്, OC എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്, RC എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്, IK എന്ന് പറയുന്നത് ഇബ്രാഹിം കുഞ്ഞാണ്. അപ്പൊ ഈ മാന്യന്മാരൊക്കെ പൈസ വാങ്ങിച്ചത് അവർ തന്നെ സമ്മതിച്ചു. മറുപടി എന്താണ്? അതൊക്കെ പറയുന്നു. അതിന്റെ രസീത് ഞങ്ങളുടെ KPCC ഓഫീസിൽ ഇരിപ്പുണ്ട്. PV പിണറായി വിജയനാണോ അല്ലയോ എന്ന ചോദ്യം വന്നപ്പോൾ അന്തസ്സോടുകൂടെ അദ്ദേഹം വിശദീകരിച്ചു. ആ പണം പറ്റുന്ന ഏർപ്പാട് പിണറായി വിജയനും കേരളത്തിലെ ഇടതുപക്ഷത്തിലുമില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്ക്. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ ഞാൻ അതിന്റെ കോപ്പി തരാം. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ പേജ് നമ്പർ 51 അവരുടെ ഓർഡറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദ പ്രൊമിനന്റ് പേഴ്സൺ റിലേറ്റഡ്. അങ്ങനെയൊന്നും PV ഞങ്ങളല്ലാതൊന്നും പറയരുത്. ബാങ്ക് ട്രാൻസാക്ഷൻ വഴി SGSTയും GSTയും അടച്ച് സേവനത്തിന് ഭാഗമായി ലഭിച്ച 1 കോടി ചില്ലറ ലക്ഷത്തിന്റെ പേരിൽ ഇവിടെ ചോദ്യം ഉയർന്നു വരുന്നു. അവിടെയാണ് ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് BJP കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യത്തിന്റെ ദാസ്യപ്പണി ചെയ്യുന്നവന്മാർ അല്ലേ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് അവിടെയാണ്. കാരണം എന്താ? ഇവർക്ക് ആർക്കെങ്കിലും സത്യസന്ധമായി മറുപടി എന്താണ്? അതിന്റെ ഓഫീസ്, അതിന്റെ രസീത്, ജുഡീഷ്യൽ ബോഡി എത്ര നമ്മൾ കണ്ടിട്ടുള്ളതാണ്. NIA, ED, CBI ഇതൊക്കെ ഇത്തരത്തിൽ വന്നതല്ലേ? ഇവരുടെയൊക്കെ കോടതികൾ വിസ്തരിച്ചതല്ലേ? ഈ ആദായ നികുതിയായി 42,38,038 രൂപയും അതിന്റെ പലിശയും എക്സാലോജിക് അടയ്ക്കാൻ ബാക്കിയുണ്ട് എന്ന ROCയുടെ കണ്ടെത്തലിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വീണ വിജയന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വന്ന 55 ലക്ഷം രൂപ എന്ത് സേവനത്തിന്റെ പേരിലാണെന്ന ചോദ്യത്തിന് എന്താണ് താങ്കൾക്ക് മറുപടി പറയാനുള്ളത്? കമ്പനി ആക്ടിന്റെ നഗ്നമായ ലംഘനം ഈ ഇടപാടുകളിൽ നടന്നിട്ടുണ്ട് എന്ന ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിലെ പരാമർശവും ഇതിൽ വീണ വിജയൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്ന നിർദ്ദേശത്തെയും കുറിച്ച് എന്താണ് ജേക്കിന് പറയാനുള്ളത്? ROCയെ സംബന്ധിച്ച് അങ്ങ് ഇപ്പൊ 44 ലക്ഷത്തിന്റെ തുകയും പിന്നെ 50 ലക്ഷം അക്കൗണ്ടിൽ വന്നതിനെ തുടർന്ന് കൊടുത്ത സർവീസും ഒക്കെ സൂചിപ്പിച്ചല്ലോ. അതിനെ ഏറ്റവും ആദ്യം അങ്ങ് കോട്ട് ചെയ്തത് മറ്റൊരു കാര്യമായിരുന്നല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണം CMRന്റെ മേലുള്ളത്. ഞാൻ തിരികെ ചോദിച്ചല്ലോ, ആ പരോക്ഷ നിയന്ത്രണത്തിന്റെ ഇന്ത്യൻ അനുഭവം എന്താണ്? കേരളത്തിൽ KSEDCക്ക് 44 സ്ഥാപനങ്ങളും മറ്റൊരു ഉണ്ട്. ഈ 44 ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ലല്ലോ ജേക്ക് ഇപ്പോഴും മറുപടി പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ സ്പെസിഫിക് കാര്യങ്ങൾക്ക് ജേക്ക് മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ്. യുവരാജ് ഗോകുൽ, ഇത് ഗുരുതരമായ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബംഗളൂരു ROC കണ്ടെത്തിയിരിക്കുന്നു. ഉടനെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും, അതായത് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാം, അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരവും കേസെടുക്കാവുന്ന കുറ്റങ്ങളാണ് എന്നാണ് പറയുന്നത്. അതായത് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് ഇനി അന്വേഷിക്കാൻ പാകത്തിലാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കമ്പനികാര്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ ഒരു സമിതി ഇത് അന്വേഷിക്കാൻ പോവുകയാണ്. ഇടയിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ വിലപേശലിന് വേണ്ടിയുള്ള ഒരു കളമൊരുക്കുകയാണ് എന്ന ആക്ഷേപമാണ് BJPക്കെതിരെ ഉള്ളത്. അത് ഈ കേസിൽ മാത്രമല്ല, സ്വർണ്ണക്കടത്ത് കേസിന്റെ കാര്യത്തിൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല, ലൈഫ് മിഷന്റെ കാര്യത്തിൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല, ഇപ്പോഴത്തെ ഈ കേസിലും അന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ല എന്ന സംശയങ്ങൾ ഉയരുന്നു. അങ്ങനെ BJP CPM അന്തർധാരയുടെ കൂട്ടുകെട്ടിന്റെ മറ്റൊരു എപ്പിസോഡാണ് ഈ കാണാൻ പോകുന്നത് എന്ന ആക്ഷേപമുണ്ട് കേരളത്തിൽ പ്രതിപക്ഷത്തിന്. പ്രതിപക്ഷത്തിന് അങ്ങനെ പല ആരോപണങ്ങളും ഉണ്ടാവും ശ്രീ ഗോപികൃഷ്ണൻ. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ എക്സാലോജിക് എന്ന് പറയുന്നത്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ? അവർക്ക് തന്നെ ഒരു CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാവുന്നതാണല്ലോ കർണാടക സംസ്ഥാന സർക്കാരിന്. അവരെന്തുകൊണ്ട് ശുപാർശ ചെയ്യാൻ തയ്യാറാകുന്നില്ല? അപ്പോൾ അന്തർധാരകളൊക്കെ ആരും തമ്മിലൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ നിശ്ചയമുണ്ട്. കാരണം കേരളം വിട്ടുകഴിഞ്ഞാൽ, കേരളത്തിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഒറ്റ മുന്നണിയാണ്. അപ്പോൾ അതൊക്കെ വെറും ഒരു ആരോപണങ്ങൾ മാത്രമാണ്. നിങ്ങൾ പ്രധാനമായിട്ട് എടുത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിൽ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കള്ളക്കടത്ത് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് പ്രധാനമന്ത്രി സംസാരിച്ചു. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അല്ലേ ജയിലിൽ പോയത്? അദ്ദേഹം പുറത്തിറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ വീണ്ടും സർവീസിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും മുഖ്യമന്ത്രി നടത്തിയ പരിശ്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കേരളം കണ്ടത് തന്നെയല്ലേ? അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളെ വീണ്ടും ജയിലിലടക്കുകയും അദ്ദേഹത്തെ കേസിൽ കൃത്യമായി കുരുക്കുകയും ചെയ്യുന്ന തലത്തിലേക്കുള്ള നടപടികളിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോകുമോ? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇടപെടൽ സംബന്ധിച്ച് എന്ത് കാര്യമാണ് തെളിഞ്ഞിട്ടുള്ളത്? പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ എങ്ങനെയാണ് അടുത്ത് പോയത്? എന്ത് കാര്യമാണ് തെളിഞ്ഞിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് കേസുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന്റെ? അല്ല, പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ എങ്ങനെയാണ് അകത്ത് പോയത്? ഒരു ചോദ്യം, പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ എങ്ങനെയാണ് ജയിലിൽ പോയത്? എന്നിട്ട് ആ കേസ് എന്തായി?
അല്ല ഗോപികൃഷ്ണൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മാസം പിടിച്ച് എല്ലാവരെയും അകത്തിടുക എന്നുള്ളതാണോ അന്വേഷണത്തിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്? അന്വേഷിക്കുന്നത് അതിൻ്റെതായ സമയം ഉണ്ടാവില്ലേ? ഏറ്റവും ഉന്നതങ്ങളായ ഓഫീസുകൾ ഇൻവോൾവ് ആയിരിക്കുന്നതല്ലേ ഇത്തരത്തിലുള്ള കേസുകൾ? അതിൻ്റെ ഇടയിൽ എത്രയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വരുന്നതിനിടയ്ക്ക് എത്ര തവണ അവർക്കെതിരെ പ്രതിഷേധം ഉണ്ടായി? അവരെ അന്വേഷണത്തിന് പരിപൂർണ്ണമായിട്ടുള്ള സഹകരണം ഇവിടെ കേരള പോലീസിന്റെ ഭാഗത്തുനിന്നോ മറ്റെവിടെയെങ്കിലും നിന്നും ഉണ്ടാകുന്നുണ്ടോ? എല്ലാ തരത്തിലും അവർക്ക് റെസ്ട്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൈലന്റ് ആയിട്ട് ഈ അന്വേഷണങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ സമയം കൊടുക്കണ്ടേ? നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ROCയുടെ റിപ്പോർട്ടിന്റെ പുറത്ത് തന്നെയല്ലേ? അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അന്തർധാരയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് ഇത്തരത്തിലുള്ള അന്വേഷിച്ചിട്ടാണോ കൊണ്ടുവരേണ്ടത്? ഇതേപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ എടുക്കുന്ന മറ്റൊരു ആയുധം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. 2023-24 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തില് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2026 വീണ്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് ഇവിടെ കേസ് അന്വേഷിക്കുന്നത്? ഒരാൾ പറഞ്ഞു, ഞാൻ ഒറ്റ കാര്യം മാത്രം പറയട്ടെ. ഇവിടെ ഒരു അഴിമതിയെ സംബന്ധിച്ച് കൃത്യമായി മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണെന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ട ഒരു റിപ്പോർട്ട് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കടമ ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയുക, ഇല്ലെങ്കിൽ നാളുകളിൽ ഈ അന്വേഷണം അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ധർമ്മം? അതാണോ പ്രതിപക്ഷം ചെയ്യേണ്ടത്? പ്രതിപക്ഷം ചെയ്യേണ്ടത് ഇത് അഡ്ജസ്റ്റ്മെന്റ് നാളെ നടക്കട്ടെ, അവരെ വെറുതെ വിടുന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണെന്ന് ബോധ്യമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് എന്തു ചെയ്തു പ്രതിപക്ഷം? 100% ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണല്ലോ. പ്രതിപക്ഷം ആ നിലയ്ക്ക് ആ ഗൗരവത്തിനെതിരെ എടുത്തിട്ടുണ്ടോ? പ്രതിപക്ഷം പറയുന്നത് ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കുമെന്നല്ലേ? ആ നിലയ്ക്ക് എന്തുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നില്ല? യുവരാജ്, ഇവിടെ ആരോപണം നേരിടുന്നത് ഒരു ഭാഗത്ത് BJP ആണ്. കാരണം രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന ആരോപണം. ഇനി ഡയറക്റ്റ് ആയിട്ട് ഈ അന്വേഷണ ഏജൻസികൾക്ക് കേസെടുത്ത് അന്വേഷിക്കാൻ പാകത്തിന് എല്ലാ വിവരങ്ങളും ROCയുടെ റിപ്പോർട്ടിൽ ഉണ്ടെന്നിരിക്കെ ഇനി എന്തിനാണ് ഇടനിലയിൽ നിന്നുകൊണ്ട് ഒരു 3 അംഗ സമിതിയുടെ അന്വേഷണം എന്ന ചോദ്യം പ്രസക്തമല്ലേ? അല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റെതായ ടൈം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏത് കേസായിരുന്നാലും ശരി തന്നെയാണ്. 2G സ്കാം കേസിൽ എന്താണ് FIR വന്നത്? ചിദംബരം എന്താണ് ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്? 2014 കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2015-ലോ 16-ലോ ഒക്കെ അവരകത്ത് പോകണ്ടേ? പോകുന്ന സാഹചര്യം ഒന്നും ഉണ്ടായില്ലല്ലോ. 2019-ലെ ഒന്ന് രാഷ്ട്രീയ എതിരാളികളെ അങ്ങനെ അധികാരം ഉപയോഗിച്ച് വേട്ടയാടുക എന്ന് പറയുന്ന നയമൊന്നും കേന്ദ്രം ഭരിക്കുന്ന BJPക്കാവട്ടെ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മൊത്തത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കാകട്ടെ അങ്ങനെ ഒരു നയമൊന്നുമില്ല. എല്ലാത്തിനും വളരെ വ്യക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വളരെ സുതാര്യമായി തന്നെ അന്വേഷണങ്ങൾ നടക്കട്ടെ. അന്വേഷണങ്ങൾ നടന്ന് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് പോലും അവർക്കും അതിൻ്റെതായ സമയം കൊടുക്കണ്ടേ? അവരെ കേൾക്കണ്ടേ? അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടക്കട്ടെ, നടന്നു വരട്ടെ. നടന്നു വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി FIR വരേണ്ടത് വരും. അതിൻ്റെതായ സ്വാഭാവികമായ സമയം എടുക്കും. ഫൈസൽ ഫരീദെ ഒന്ന് കണ്ടിട്ടാ കുറെ കോർണർ നോട്ടീസ് ഇഷ്യൂ ചെയ്ത കഥയുമായിട്ട് കേന്ദ്ര സഹമന്ത്രി ഇവിടെ വന്ന് പലയാവർത്തി മാധ്യമങ്ങളെ കണ്ടു പോയതാ. ഇപ്പൊ പിടിച്ചോണ്ട് വരും, നാളെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ജയ്ക്ക് ഇവിടെ നിന്ന് നമ്മൾ മറ്റൊരു രാജ്യത്തിൽ ഇരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് അവിടുത്തെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ട് വരുന്നതൊക്കെ സംബന്ധിച്ചിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ട് വരുന്നത്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? മറ്റൊരു രാജ്യത്ത് അതിന്റേതായ നിയമ സംവിധാനങ്ങളില്ലേ? അത് നമുക്ക് ഇന്ത്യയിൽ ഒരു പ്രതിയെ പിടിക്കുന്നത് പോലെയാണോ? കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയി, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ പോയി, കേരളത്തിൽ നിന്ന് കർണാടകത്തിൽ പോയിട്ട് ഒരു പ്രതിയെ പിടിച്ചോണ്ട് വരുന്നത് പോലെയാണോ ഇവിടെ പോയി പിടിച്ചോണ്ട് വരുന്നത്? ഇപ്പോ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ പ്രതിയുണ്ടല്ലോ, എന്നെ അയാൾ 12 വർഷക്കാലം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്ത് താമസിച്ചില്ലേ? കേരള പോലീസിന് സാധിച്ചോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെയൊന്നും അല്ല. മറ്റൊരു രാജ്യത്തിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് പോയിട്ട് നാളെ പിടിച്ചോണ്ട് വരിക എന്ന് പറയുന്നതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. അതിന് അതിന്റേതായ സമയം എടുക്കും ചെയ്യിക്കുക. അതിന്റെ സമയത്ത് അവരൊക്കെ വന്നോളും. വരുന്ന സമയത്ത് പിണറായി വിജയനും മീനാക്ഷിനും അകത്ത് പോകാൻ നോക്കി സംരക്ഷിക്കുന്നു പറഞ്ഞല്ലോ. ജീവൻ കൊടുത്ത് സംരക്ഷിക്കുമെന്ന് നാളുണ്ടോ ഇവിടെ വന്നിരുന്ന വർത്താനം പറയാം? ആരെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുമെന്ന്? ആരെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുമെന്ന് മനസ്സിലായില്ല. ജീവൻ കൊടുത്ത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ആരാ? ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്ന പറഞ്ഞ ആരാ? സ്വപ്ന സുരേഷിന്റെ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തല്ലേ? സ്വപ്ന സുരേഷിന്റെ രക്ഷിക്കാൻ നടക്കല. അശ്വത്ഥാമ വന്ന ആന ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അദ്ദേഹത്തിന്റെ പണിയായിരുന്നു. അദ്ദേഹം ജയിലിൽ പോയി കിടക്കുന്നത്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ നടക്കല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്വപ്ന സുരേഷിന്റെ ഏറ്റവും വലിയ ആളായിരുന്നല്ലോ, അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് നടന്ന ആളായിരുന്നല്ലോ PR ശിവശങ്കരൻ. ആ PR ശിവശങ്കരനെ രക്ഷിക്കാൻ നടന്നിരുന്ന ആളായിരുന്നല്ലോ പിണറായി വിജയൻ. ആ ശിവശങ്കരൻ ജയിലിൽ പോയില്ലേ?